ഹലോ കൂട്ടുകാരെ, പാട്ടുപാചകത്തിലേക്ക് സ്വാഗതം എല്ലാവർക്കും. അപ്പോൾ ഞാൻ കപ്പ പുഴുങ്ങാൻ പോവേണ്. നന്നായി കഴുകി വെള്ളമൊക്കെ കൂട്ടി വെച്ച് ഞാൻ വാരി ഇട്ട് റെഡിയാക്കി വെച്ചിരിക്കുകയാണ് അടുപ്പിലേക്ക് വെക്കാനായിട്ട്. അപ്പോൾ നമുക്ക് കപ്പയും പുഴുങ്ങി ബീഫ് കറിയുമായിട്ട് കഴിക്കാം. അപ്പോൾ ബീഫ് അടുപ്പിൽ കിടക്കുകയാണ്, നന്നായിട്ട് വെന്തിട്ടുണ്ട്, സെറ്റായിരിക്കണം. ഇനി നമുക്ക് കപ്പ പുഴുങ്ങിയെടുക്കാം. അപ്പോൾ കപ്പ അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട്. അപ്പോൾ കപ്പ പുഴുങ്ങി അത് വെന്ത് വരുമ്പോഴത്തേക്ക് അത് കടുവറുക്കാനായിട്ടുള്ള ഉള്ളിയും കറിവേപ്പിലയും മുളകും അങ്ങനെയൊക്കെ എടുത്ത് നമുക്ക് റെഡിയാക്കി കൊണ്ടുവരാം. അപ്പോൾ അതുവരെ എല്ലാവരും ഹായ് ഹലോ കൂട്ടുകാരെ, എൻ്റെ കപ്പ നന്നായിട്ട് വെന്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിത് അടച്ചിടാം. ഹായ് ഹലോ കൂട്ടുകാരെ, അപ്പോൾ കടുവറുക്കാനായിട്ട് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുകയാണ്. ഇവിടെ എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്, അതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം. കറിവേപ്പില ഇല്ല കൂട്ടുകാരെ, അതുകൊണ്ട് ചെറിയ ഉള്ളി നന്നായിട്ട് തോനെ ഞാൻ എടുത്തിട്ടുണ്ട്, അതുപോലെ വറ്റൽമുളകും. പിന്നെ നമുക്കതിലേക്ക് ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കാം, വറ്റൽമുളക് ഇട്ട് കൊടുക്കാം. ഹലോ കൂട്ടുകാരെ, നമ്മുടെ ഉള്ളിയും വറ്റൽമുളകും നന്നായിട്ട് മൂത്തിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമുക്കിനി ഗ്യാസ് കുറച്ച് വയ്ക്കാം. കപ്പ അതിലേക്ക് ഇട്ട് കൊടുക്കാം. കപ്പ നന്നായിട്ട് നമുക്ക് ഇളക്കി കൊടുക്കാം. അതിൻ്റെ എണ്ണയും ഉള്ളിയും മുളകും എല്ലാം കപ്പയിലേക്ക് അടിപൊളിയായിട്ട് അത് ചേർന്ന് വരട്ടെ. കറിവേപ്പില കിട്ടിയില്ല കൂട്ടുകാരെ, അപ്പോൾ നാടൻ കറിവേപ്പില ഞാൻ എടുക്കാറുള്ളൂ, മറ്റേ കറിവേപ്പില എടുക്കത്തില്ല. അപ്പോൾ കൂട്ടുകാരെ, എൻ്റെ കപ്പ കടുവറുത്തത് സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് കപ്പയും ബീഫും കൂട്ടി കഴിക്കാം. ഹായ് ഹലോ കൂട്ടുകാരെ, ഞങ്ങളുടെ കപ്പ പുഴുങ്ങിയത് കടുവറുത്തതും ബീഫ് ഇറച്ചി റെഡി ആയിട്ടുണ്ട്. അപ്പോഴും നമുക്ക് എല്ലാവർക്കും കൂടെ കഴിക്കാം. ഇത് കപ്പ നന്നായിട്ട് വെന്തിട്ടുണ്ട്. അപ്പോൾ അതെങ്ങനെയുണ്ടെന്ന് നമുക്ക് ആദ്യം ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. നല്ല എരിവുള്ള മുളകാണ്. അപ്പോൾ ഇനി നമുക്ക് കപ്പ പുഴുക്ക് കടുവറുത്തതും ബീഫ് ഇറച്ചിയും കൂടെ കഴിച്ചു നോക്കാം. എല്ലാവരും പോയോ, ഇങ്ങനെ എടുക്കുക. സൂപ്പർ, അടിപൊളി സെറ്റ്. എല്ലാവരും ഇതുപോലെ ഉണ്ടാക്കി കഴിക്കുക. ഓക്കെ, ബൈ.